ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക വെച്ചിട്ട് ഒരു കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 2 നെല്ലിക്കയുടെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. 2 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോക്കനട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഡ്രൈ ചില്ലി ഉണക്കമുളക് ഒരു 4ഓ 5ഓ, അത് എരിവിന് അനുസൃതമായിട്ട് എടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഗാർലിക് 4ഓ 5എണ്ണം വേണം. കുറച്ച് ജീരകം, സാധാരണ ജീരകമാണ് നമുക്ക് വേണ്ടത്. ഇത്രയുമാണ് നമുക്ക് അരയ്ക്കാനായിട്ട്, മിക്സിയുടെ ബൗളിലിട്ട് അരയ്ക്കാനായിട്ടുള്ളതും. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. പിന്നെ താളിക്കാനായിട്ട് ചെറിയ ഉള്ളി, സ്മോൾ ഒണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ചില്ലി, ഉണക്കമുളക് ഒരെണ്ണം, കറിവേപ്പില, ദെൻ കുറച്ച് പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയുമാണ് നമുക്ക് താളിക്കാൻ എല്ലാത്തിനും വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പ്ലേറ്റിനകത്തുള്ള തേങ്ങ, ഉണക്കമുളക്, വെളുത്തുള്ളി, ജീരകം, നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിലിട്ട് പേസ്റ്റാക്കി, അതായത് തേങ്ങ നല്ലോണം അരച്ച്, തേങ്ങയുടെ കൂട്ടത്തിലെല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. നമ്മൾ മിക്സിയുടെ ബൗളിലെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മൾ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് ഇത് താളിക്കാം. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക്, മസ്റ്റർഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നെല്ലിക്ക കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.